എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും എല്ലാരും ആയിട്ട് കാണുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ശരിക്കും ഗസ്റ്റ് എന്ന് പറഞ്ഞ അനീഷാണ്. അപ്പൊ അനീഷാണ് ഡാൻസ് ചെയ്യണം. ശരി, അനുമോള് പറയുന്നു ഞാൻ 100 ദിവസം ഡാൻസ് ചെയ്തു എന്ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ഡാൻസ് കണ്ടിരിക്കും. അപ്പൊ അനുമോള് ഡാൻസ് കളിച്ചിട്ടില്ലാന്നാണ് അനുമോള് പറയുന്നത്. അപ്പൊ അനുമോള് ഡാൻസ് കളിക്കട്ടെ. ഏറ്റവും കുറച്ച് ഡാൻസ് കളിച്ചിട്ട് ഓക്കെ. അപ്പൊ എന്തായാലും ഓക്കെ, ഞാൻ ഡാൻസ് ചെയ്യാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൂടെ അനീഷനോട് കളിക്കണമെന്ന് മാത്രം. പിന്നെ ഉമ്മ ഡാൻസ് ചെയ്യില്ലേ? ഉമ്മയുടെ മകൻ ഡാൻസ് ചെയ്യില്ലേ? ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും ഡാൻസ് ചെയ്യും. ലാസ്റ്റ് സ്റ്റേജിൽ പോകുന്നത് ഞങ്ങൾ പേരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് രണ്ടുപേരുടെ ഒന്നിച്ചുള്ള ഒരു ഡാൻസ് നമുക്ക് കണ്ടാലോ അല്ലേ? ഒരു കൈഡി നമുക്ക് കാണാന്നുള്ളൊരു പീസ് കണ്ടോ? ഭയങ്കരമായ സപ്പോർട്ടാണ്. നിങ്ങളെ ഈ ഒരു ഫ്രെയിമിൽ കാണാനാണ് എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്കൊരു ഡാൻസ് കണ്ടാലോ? മീഡിയക്കാർക്ക് ഒരു കണ്ടന്റ് അനുമോളുടെ അനീഷിന്റെ ഡാൻസ്, വൈറൽ ഡാൻസ്. ആ ഡാൻസിന് മുൻപ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം ഞാനൊരു ഡാൻസറോ ഡാൻസിന്റെ ABCD പോലും അറിയാത്ത ആളാണ്. ബിഗ് ബോസില് ഇവരെല്ലാവരും പറയാറുണ്ട്, ഒന്ന് ഫ്ലെക്സിബിൾ ആവും അനീഷ്, ഒന്ന് ഫ്ലെക്സിബിൾ ആവ് എന്ന് പറയാറുണ്ട്. അപ്പോ ഡാൻസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചു തരണം. അല്ലേ അനു? ഉറപ്പായിട്ടല്ലേ, എല്ലാവരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ഒന്നല്ലല്ലോ ചേട്ടാ. അപ്പൊ എന്തായാലും നമുക്കത് കണ്ടാൽ മതി. നമുക്കത് എന്താണ്, നമ്മളൊരു എന്താണ് സന്തോഷമാണ്. നിങ്ങൾ ഡാൻസ് ചെയ്തു, അപ്പൊ നിങ്ങൾ ഒന്നിച്ചൊരു ചെറിയൊരു പെർഫോമൻസ് വേദിയിൽ ഉമ്മയുണ്ട്, ആഷ്മയുണ്ട്, അതുപോലെ തന്നെ സർജു ഉണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്ത് ഒന്ന് ഫ്രണ്ടിലേക്ക് വരാം. നമ്മുടെ സോങ് റെഡി ആണെന്ന് വിശ്വസിക്കുന്നത്. റെഡി ആണോ നിങ്ങൾ രണ്ടുപേരും? ഏത് സോങ് ആണെന്ന് ഏത് സോങ് ആണ് ഇതിപ്പോ കേൾക്കുമ്പോൾ അറിയാലോ അല്ലേ? ഏത് സോങ് ആണ് രണ്ടുപേരും കളിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? യെസ്. മൊമെന്റിലേക്ക് കിടക്കാനായിട്ട് പോവാണ്.